പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവമക്കളെ, വചനം പറയുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ. ആ ലോകത്തെ ജയിച്ചവനാണ് ഞാനെന്ന് കർത്താവ് പറയുന്നത്. ആ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു കർത്താവ് പറയുന്ന വാചകങ്ങളാണത്. ഈ വചനത്തിനകത്ത് പറയുന്ന ലോകത്തിൽ കഷ്ടമുണ്ട്. അത് കർത്താവ് സ്പഷ്ടമായിട്ട് പറയുന്ന കഷ്ടമുണ്ട്, അതെല്ലാവർക്കും ലോകത്തിനകത്ത് കഷ്ടമുണ്ട്. എങ്കിലും പറയുന്ന കർത്താവ് പറഞ്ഞേ ധൈര്യപ്പെടുവീൻ. എന്തുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ അങ്ങനെ ധൈര്യപ്പെടാൻ പറയണമെങ്കിൽ അത് ജയിച്ചവന് മാത്രമേ പറ്റത്തുള്ളൂ, അല്ലേ? ധൈര്യപ്പെട്ടിരിക്കാം. കാരണം ആ കഷ്ടതകളിലൂടെ എല്ലാം കടന്നുപോയവനാണ് നമ്മുടെ യേശു കർത്താവ്. യേശു കർത്താവ് കഷ്ടതകളെ ജയിച്ച് കയറിയവനാണ്. ആ ലോകത്തെ തന്നെ ജയിച്ച് കയറിയവനാണ് കർത്താവ്. ജയിച്ചവന് മാത്രമേ പരാജയത്തിൽ കിടക്കുന്നവനെ ആശ്വസിപ്പിച്ച് കൈപിടിച്ച് പുറത്തു കൊണ്ടുവരാൻ പറ്റൂ. പരാജയപ്പെട്ട് കിടക്കുന്ന ഒരാളെ ആശ്വസിപ്പിക്കാൻ പറ്റത്തില്ല. പക്ഷേ ആശ്വസിപ്പിക്കണമെങ്കിൽ ആ പരാജയങ്ങളൊക്കെ താണ്ടി ജയിച്ച് കയറിയവന് മാത്രമേ പരാജയത്തിൽ കിടക്കുന്നവനെ ആശ്വസിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അപ്പം എല്ലാം ജയിച്ച്, ലോകത്തെ മുഴുവൻ ജയിച്ച് കയറിയ കർത്താവിന് നമ്മളെ ആശ്വസിപ്പിക്കാൻ കഴിയും. നമ്മളിപ്പോൾ കടന്നു പോകുന്ന സാഹചര്യത്തിനകത്ത് ചില പരാജയങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം, ചില കഷ്ടതകളുടെ നടുവിലൂടെ പോകേണ്ടി വന്നേക്കാം. പക്ഷെ കർത്താവ് ശക്തമായി നമ്മളോട് പറയാം, ധൈര്യപ്പെട്, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങൾ കടന്നു പോകുന്ന ആ കഷ്ടതയുടെ അനുഭവങ്ങളെല്ലാം ഞാൻ ജയിച്ചു കയറിയവനാ. ഞാൻ പറയാ, നിങ്ങൾ ധൈര്യപ്പെട്. കാരണം എന്താ? ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ജയിച്ചവൻ കൂടെ ഉള്ളപ്പോൾ നമുക്ക് ഭാരപ്പെടേണ്ട കാര്യമില്ലല്ലേ? കാരണം ജയിച്ച ഒരാൾ നമ്മുടെ കൈ പിടിക്കുമ്പോൾ നമ്മൾക്കുണ്ടാവുന്നൊരു ധൈര്യം വലുതാ, അല്ലേ? എന്നിട്ട് ജയിച്ച ഒരാൾ പറയുക, ഭാരപ്പെടണ്ട, ജയിക്കും, നീ കയറി വരും എന്ന് പറയുമ്പോൾ നമ്മൾക്കുണ്ടാകുന്നൊരു ആശ്വാസമുണ്ട്. അത് വലുതാ. അതാരാ ജയിച്ചവൻ? നമ്മുടെ യേശു കർത്താവ്. അതുകൊണ്ട് ദൈവമക്കളെ, ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ വേദനയുടേതായിരിക്കാം, ഭാരത്തിൻ്റെതായിരിക്കാം, ഒരു പ്രതീക്ഷയുമില്ലാത്ത അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയായിരിക്കാം. പക്ഷെ ഇന്ന് പകൽക്കാലം കർത്താവ് എന്നോട് സംസാരിച്ചതാണ്. അത് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാണ്. കർത്താവ് പറയുന്നത്, ധൈര്യപ്പെടും, ഞാനാ നിന്റെ ആ സിറ്റുവേഷനെ ജയിച്ചവനാ. അതുകൊണ്ട് നീ ധൈര്യപ്പെട്, നിന്നെ ഞാൻ കൈ പിടിച്ച് ഇപ്പുറം കൊണ്ടുവരുമെന്ന്. ധൈര്യപ്പെട് ദൈവമക്കളെ, ശക്തിയോടിരിക്കുക, പ്രാർത്ഥിക്കുക, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക, കർത്താവിൽ സന്തോഷിപ്പിക്കുക. നമുക്ക് സന്തോഷിപ്പാൻ ഒരു വകയുള്ളത് യേശു കർത്താവിൽ മാത്രമാണ്, അല്ലെ? ഈ ലോകത്തിൽ ചില സന്തോഷങ്ങളൊക്കെ നമ്മൾക്ക് അതിനൊക്കെ പരിമിതികളുണ്ട്. അതെല്ലാം പകുതി വഴിക്ക് നിന്നുപോകും. പക്ഷെ നമുക്ക് എപ്പോഴും സന്തോഷിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് കർത്താവിൽ മാത്രമാണ്. ധൈര്യമായിട്ടിരിക്കുക, സന്തോഷിക്കുക. കർത്താവ് വലിയ വൻ കാര്യങ്ങളെ നമ്മൾക്ക് വേണ്ടി ചെയ്യും, നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. ഇന്ന് പകൽക്കാലം കർത്താവ് അത്ഭുത പ്രവൃത്തികളെ നമ്മൾക്ക് വേണ്ടി ചെയ്യും. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു ഓൾ.